തൃശൂരിലെ മത്സരത്തിന്റെ രാഷ്ട്രീയ അവലോകനവുമായി സലിൽ എ റഹ്മാൻ തത്സമയം ചേരുന്നു. സലിൽ, ദേശീയതലത്തിൽ വരെ ശ്രദ്ധിക്കുന്ന പോരാണ് തൃശൂരിലേത്. അവസാന നിമിഷത്തിലെ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും പ്രതീക്ഷകൾ ഏതു വിധമാണ്? നിഷ, നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഒരു മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ. തൃശ്ശൂരിലെ പോലെ കനത്ത ഒരു ത്രികോണ മത്സരം മറ്റൊരു മണ്ഡലത്തിലും നടക്കുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ വിജയിച്ചത്. എന്നാൽ സിറ്റിംഗ് MP മാർ മത്സരിക്കണം എന്ന UDF തീരുമാനത്തോടനുബന്ധിച്ച് TN പ്രതാപൻ കളത്തിലിറങ്ങുകയും വളരെ നേരത്തെ തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാലിൻ്റെ കൂറുമാറ്റം ഉണ്ടാവുകയും അവർ BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരികയും ഉണ്ടാകുന്നത്. അതേ തുടർന്ന് സംസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു. വടകരയിൽ നിന്നും മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഒരിക്കൽ പരാജയത്തിൻ്റെ കൈപ്പുനീരെറിഞ്ഞ മണ്ഡലമാണ് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ. എന്നാൽ ഇത്തവണ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തൃശ്ശൂർ പഴയ തൃശ്ശൂരല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മുരളീധരൻ പഴയ മുരളീധരനല്ല എന്ന് പറയേണ്ടി വരും. ഇത്ര വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയത്തിൻ്റെ അതിലൂടെ ഉണ്ടാക്കിയ കരുത്താണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന അഭിമാന പോരാട്ടമാണ്. VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് തൃശ്ശൂർ മണ്ഡലത്തിൽ കിട്ടാനില്ല എന്ന് പറയേണ്ടി വരും. അത്രയും ജനകീയനാണ് VS സുനിൽകുമാർ തൃശ്ശൂർ മണ്ഡലത്തിൽ. തൃശ്ശൂർക്കാരുടെ സ്വന്തം സുനിലേട്ടനാണ്. പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒക്കെ തന്നെ VS സുനിൽകുമാർ അല്പം മുന്നിലായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ പിന്നീട് UDF-ഉം ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ട്. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പ്രചരണം വളരെ സജീവമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ NDA സംബന്ധിച്ചിടത്തോളം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. സുരേഷ് ഗോപിയാണ് ഒരുപക്ഷെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോയതെന്ന് പറയേണ്ടി വരും. ഈ വർഷം ആദ്യം ജനുവരിയിൽ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുകയും സുരേഷ് ഗോപിയുമായി തുറന്ന വാഹനത്തിൽ നഗരം ചുറ്റി റാലി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുമുതൽ തന്നെ പിന്നീട് 2 തവണ വീണ്ടും നരേന്ദ്രമോദി NDA-യുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA മുന്നണിയും. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു സൂചനയുമില്ലാത്ത നിലയിലാണുള്ളത്. കേരള രാഷ്ട്രീയം ഏറ്റവും സജീവമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറിയിരിക്കുകയാണ്. ശക്തൻ്റെ തട്ടകത്തിൽ എന്തു സംഭവിക്കുമെന്നുള്ളത് ഇലക്ഷന് ശേഷം റിസൾട്ടിൻ്റെ ദിവസം തന്നെ കണ്ടറിയണം. നിഷ, ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂരിൽ നടക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും കരുത്തരായതിനാൽ ശക്തന്റെ തട്ടകത്തിന്റെ പോര് കനക്കുമെന്നതിൽ തർക്കമില്ല. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി സലിൽ എ റഹ്മാൻ.